ഇന്ന് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ എഗ് മഞ്ചൂരിയൻ വളരെ സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 4 മുട്ടയെ നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിടാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്യണം. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. കുരുമുളക് പൊടി ചേർക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയ കുരുമുളക് പൊടി തന്നെ ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പൊടി ചേർത്താൽ മതി. നല്ലവണ്ണം ബീറ്റ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിൽ എണ്ണ തടവി നമുക്ക് ഈ മുട്ട കൂട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മുട്ട നമുക്ക് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്കിതിനെ ഒരു ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്യാം. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട നല്ലവണ്ണം വെന്ത് സൈഡ് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതിൽ നിന്ന് മാറ്റാം. ഇനി ഈ മുട്ടയെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലോർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഈ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് ലൂസാവാനും പാടില്ല, അതുപോലെ തിക്കാവാനും പാടില്ല. നമ്മൾ മുട്ട ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മുട്ടക്കൊരു കോട്ടിങ് പോലെ ഇതുണ്ടായിരിക്കണം. ഇനി നമുക്ക് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഈ ഒരു ബാറ്റർ ഈ മുട്ടയിലേക്ക് നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്യാം. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ തിരിച്ചിടാം. അപ്പോൾ മുട്ട ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ മുഴുവൻ മുട്ടയും ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു പാൻ വെച്ച് നമ്മളിപ്പം ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക്. 1 ടേബിൾ സ്പൂൺ പച്ചമുളക് എന്ന് പറയുമ്പോൾ 3 പച്ചമുളകോളം ഉണ്ട് ഇത്. ഇവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം നല്ലോണം ഒന്ന് കളറ് മാറി വരണം. ഇതൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ചേർക്കാം. ഞാനിവിടെ വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 സവാള വരെ ഇതിലേക്ക് ചേർക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് സോസ് ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ വിനീഗർ. ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സോസെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക. ആ തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സോസെല്ലാം നന്നായിട്ട് ഈ മുട്ടയിലേക്ക് പിടിച്ച് വരുന്നത് വരെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർക്കാം. ഞാനിപ്പം ഈ ഒരു മഞ്ചൂരിയൻ തീരെ ഗ്രേവി ഇല്ലാണ്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ എഗ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.